ഹലോ ജയ്ബി, എല്ലാവർക്കും പുതിയ വർഷത്തിൽ ഐശ്വര്യവും ക്ഷേമവും ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. ജയ്ഭീം നമ്മൾ പരസ്പരം കാണുമ്പോൾ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാറുണ്ട്. അതല്ലെങ്കിൽ സമരമുഖങ്ങളിൽ പ്രതിരോധത്തിൻ്റെ ശബ്ദമായി ജയ്ഭീം മുഴക്കാറുണ്ട് രാജ്യത്തെമ്പാടും. ജയ്ഭീം എന്ന് പറയുന്ന മുദ്രാവാക്യം നമ്മുടെ ആത്മാഭിമാനത്തിൻ്റെ സിംഹഗർജനമാണ്. എല്ലാവർക്കും ഊരാളി ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ജയ്ഭീമിൻ്റെ ചരിത്രമാണ്. അതോടൊപ്പം തന്നെ ഈ പുതിയ വർഷത്തിൽ ഊരാളി ടോക്സ് മറ്റൊരു സെഗ്മെൻറ്റ് കൂടി ആരംഭിക്കുകയാണ്. ബഹുജൻ പാഠശാല എന്ന് പറയുന്ന ഒരു ഭാഗം ഞങ്ങൾ ആരംഭിക്കുകയാണ്. അതിൽ ബഹുജൻ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തിയും അതിൻ്റെ നാൾവഴികളെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്യുകയാണ്. വിവിധ എപ്പിസോഡുകളായി അത് സംപ്രേഷണം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ ഇതുവരെ നൽകുന്ന എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും ഉണ്ടാകണം. തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ സപ്പോർട്ടിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും അർപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ജയ്ഭീം എന്ന് പറയുന്ന മുദ്രാവാക്യം ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയുടെ പേര് എന്ന് പറയുന്നത് ബാബു ഹസ്രത്ത് ലക്ഷ്മൺ നഗരാലെ എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകനാണ്. അദ്ദേഹം 1904 നാഗ്പൂരിൽ ജനുവരി മാസം 6-ാം തീയതി ഇന്ന് അദ്ദേഹത്തിൻ്റെ 122ാമത്തെ ജയന്തിയാണ്. അദ്ദേഹമാണ് ഈ മുദ്രാവാക്യം ആദ്യം ഉയർത്തിയത്. അത് പൂന പാക്ട് സമരത്തിലും അതോടൊപ്പം തന്നെ കാലാമന്ദിർ എന്ന് പറയുന്ന സത്യാഗ്രഹം അവിടെ നാഗ്പൂരിൽ നടന്ന ആ സത്യാഗ്രഹത്തിലാണ്, ഈ ഒരു സമ്മേളനത്തിലാണ് ജയ് ഭീം എന്ന് പറയുന്ന മുദ്രാവാക്യം ആദ്യമായി അദ്ദേഹം ഉയർത്തിയത്. സമസ്ത സൈനികദൾ സ്ഥാപിച്ച സമസ്ത സൈനികദൾ എന്ന് പറയുന്ന സംഘടനയിലെ ഒരു പ്രവർത്തകനായിരുന്നു. ബാബാസാഹബ് അംബേദ്കറുടെ പിൻഗാമിയാണ്. അപ്പം ജയ് ഭീം എന്ന് പറയുന്ന മുദ്രാവാക്യം അദ്ദേഹം രൂപപ്പെടുത്താനുണ്ടായ സാഹചര്യം, അന്ന് കാലങ്ങളിൽ ആളുകൾ പരസ്പരം കാണുമ്പോൾ വിവിധ തരത്തിലുള്ള അഭിസംബോധനകൾ കേൾക്കാറുണ്ട്. ഇപ്പം എന്താ പറയുന്നത്, നമ്മൾ പരസ്പരം കാണുമ്പോൾ നിരവധി ജാതിയുടെയും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ ആളുകൾ അഭിസംബോധന ശബ്ദങ്ങൾ ഉപയോഗിക്കാറുണ്ട്, വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ബഹുജൻ സമാജിനെ എല്ലാവരും കൂടി ഏകീകരിക്കണമെന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം രൂപപ്പെടുത്തിയതാണ് ജയ് ഭീം എന്ന് പറയുന്ന മുദ്രാവാക്യം. അത് ബാബാസാഹബ് ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ പൂർണ്ണമായ പേര് ഭീമറാവു രാംജി അംബേദ്കർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആ പേരിൻ്റെ സംക്ഷിപ്തമായി ഭീം എന്നാണ് അറിയപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് എല്ലാത്തിനും ഊർജം പകരുന്നതിന് വേണ്ടി ആണ് അദ്ദേഹത്തിൻ്റെ ആ സമരമുഖങ്ങളിൽ കൂടുതൽ ജനങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി ജയ് ഭീം മുദ്രാവാക്യങ്ങൾ ആ കാലഘട്ടം മുതലേ ഇന്ത്യയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. ആ ജയ് ഭീം മുദ്രാവാക്യം ഇന്ന് ലോകത്ത് അല്ലെങ്കിൽ രാജ്യത്തെമ്പാടും പ്രതിഷേധത്തിൻ്റെയും അല്ലെങ്കിൽ പ്രതീക്ഷയുടെയും ആത്മാഭിമാനത്തിൻ്റെയും വലിയ മുദ്രാവാക്യമായി രാജ്യം ഇന്ന് ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ബഹുജൻ സമാജ് പാർട്ടി ഇന്ത്യയിലെ 3ാമത്തെ ദേശീയ രാഷ്ട്രീയ പാർട്ടിയും അതോടൊപ്പം തന്നെ 1ാമത്തെ സാമൂഹ്യ പരിവർത്തന പ്രസ്ഥാനവുമായ ബഹുജൻ സമാജ് പാർട്ടി 1984 ഏപ്രിൽ മാസം 14-ാം തീയതി ദാദാസാഹബ് കാൻഷിറാംജിയാൽ രൂപപ്പെട്ടപ്പോൾ ഈ പാർട്ടിയുടെ രാഷ്ട്രീയ മുദ്രാവാക്യമായി, രാഷ്ട്രീയ സ്ലോഗനായി, പൊളിറ്റിക്കൽ സ്ലോഗനായി ജയ് ഭീം എന്ന് പറയുന്ന മുദ്രാവാക്യത്തെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്നും രാജ്യത്തെമ്പാടും ജയ് ഭീം വിളികൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ജയ് ഭീം എന്ന് പറയുന്ന മുദ്രാവാക്യത്തിൻ്റെ കാലികമായ പ്രസക്തി. ഈ മുദ്രാവാക്യം ബാബു ഹസ്രത്ത് ലക്ഷ്മൺ നഗരാലെ എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകൻ ആദ്യമായി ഇന്ത്യക്ക് സമ്മാനിച്ചപ്പോൾ എല്ലാ ജയ് ഭീം എന്ന് പറയുന്ന മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ ബഹുജൻ സമാജും ഏകീകരിക്കുകയുണ്ടായി. അപ്പോൾ അതാണ് അതിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു വശം. മറ്റൊരു വശം എന്ന് പറയുന്നത് പ്രശസ്തനായിട്ടുള്ള പ്രൊഫസർ വിവേക് കുമാറിൻ്റെ നിരീക്ഷണത്തിൽ ജയ് ഭീം എന്ന് പറയുന്ന മുദ്രാവാക്യം കടന്നു വന്നിരിക്കുന്നത് ഭീമ കൊറേഗാവിൽ നിന്നാണ്. ഭീമ കൊറേഗാവ് എന്ന് പറയുന്ന 1818 ജനുവരി മാസം 1-ാം തീയതി ശൗര്യ ദിവസം എന്ന ജനുവരി 1-ന് ശൗര്യ ദിവസമാണ് ആയിട്ടാണ് കണക്കാക്കുന്നത്. കാരണം കേവലം 500 മഹർ സൈനികർ പേർഷ്യ രാജാവിൻ്റെ 28,000-ത്തിലധികം വരുന്ന പട്ടാളക്കാരെ യുദ്ധത്തിലൂടെ കീഴ്പ്പെടുത്തിയ വിജയത്തിൻ്റെ ദിവസമായാണ് ആഘോഷിക്കുന്നത്. അവിടെ ഭീമ കൊറേഗാവിൽ അത് യുദ്ധ സ്മാരകം പണിതിട്ടുണ്ട്. എല്ലാ വർഷവും ബഹുജൻ സഹോദരങ്ങൾ അവിടെ പോകാറുണ്ട്.
അപ്പോൾ അതിൻ്റെ ഭാഗത്ത് ആ സമരം അല്ലെങ്കിൽ ആ യുദ്ധം നടന്ന ആ മേഖലയിൽ ഭീമ എന്ന് പറയുന്ന ഒരു നദി ഉണ്ടായിരുന്നു. ആ നദിയുടെ അപ്പുറത്തായി അതിൻ്റെ ഒരു വശത്തായിരുന്നു മഗർ സൈനികർ. അവർ യുദ്ധസമയത്ത് ആ യുദ്ധത്തിൻ്റെ ആക്രോശമായി യുദ്ധം ജയിക്കുന്നതിന് വേണ്ടി പേർഷ്യ സൈനികരെ ആക്രമിക്കുന്നതിന് വേണ്ടി കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി അവരെ കീഴ്പ്പെടുത്താൻ വിജയിച്ചപ്പോൾ അവർ ആവേശത്തോടെ വിളിച്ച ഒരു മുദ്രാവാക്യമാണ് ജയ് ഭീം എന്ന് പറയുന്ന മുദ്രാവാക്യം. ആ മുദ്രാവാക്യം വിജയത്തിൻ്റെ കൂടി മുദ്രാവാക്യമായിട്ടാണ് കണക്കാക്കുന്നത്. പ്രതിഷേധത്തിൻ്റെ, പ്രതികാരത്തിൻ്റെ, അതല്ലെങ്കിൽ അനീതിക്കെതിരെ ഉയർന്നു വരുന്ന ഒരു ശബ്ദമായിട്ടാണ് ജയ് ഭീം അന്നു മുതലേ വിളിച്ചു പോരുന്നത്. അപ്പം ജയ് ഭീം എന്ന് പറയുന്ന മുദ്രാവാക്യം കാലങ്ങൾ തോറും അല്ലെങ്കിൽ കാലാന്തരത്തിൽ ഓരോ ദിവസവും ജയ് ഭീം എന്ന് പറയുന്ന വിളികൾക്ക് ശക്തി കൂടി വരുന്നു. കൂടുതൽ ആളുകൾ ജയ് ഭീം എന്ന് പറയുന്ന മുദ്രാവാക്യം വിളിക്കുന്നു എന്നതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു പ്രസക്തി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഹൃദയത്തിൽ നിന്ന് ദിൽ സേ ബോലോ ജയ് ഭീം. എല്ലാവർക്കും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ജയ് ഭീം, ജയ് ഭാരത്.